പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ട് ഈ സാബത്ത് ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച. ഏറ്റവും ഒരുക്കത്തോടെ ഭക്തിപൂർവം വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള കൃപയ്ക്കായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രതിഫലം ആഗ്രഹിക്കാതെ. ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 24-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. ഹീറോ വർഷിപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. 2 തരം ഹീറോകളെ കാണാറുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ കഴിവ് കൊണ്ടും അഭിനയം കൊണ്ടും ഹീറോകളാകുന്നവരാണ്. സിനിമാ താരങ്ങളും കായിക താരങ്ങളും ഒക്കെ അത്തരത്തിൽ പെടുന്നല്ലോ. ഒരുപാട് പേരവരെ ആരാധിച്ച് നെഞ്ചിലേറ്റുന്നു. പക്ഷേ അവരുടെ മരണത്തോടെ ഹീറോയിസമെല്ലാം അവസാനിക്കും. രണ്ടാമത്തെ തരം ഹീറോകളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവർ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസപാത്രങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഭ്രാന്തന്മാരായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവവചനങ്ങൾ പാലിച്ച് ജീവിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറാൻ പരിശ്രമിക്കുന്ന ഹീറോകൾ. ഫ്രാൻസിസ് അസീസിയും മദർ തെരേസയും അൽഫോൺസമ്മയും മറിയം ത്രേസ്യയൊക്കെ ഇതുപോലുള്ള ഹീറോകളാണ്. മരണശേഷം കൂടുതൽ അവരുടെ പ്രശസ്തി വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. വചനം കേൾക്കാനും വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ്. സിനിമാ താരങ്ങളെപ്പോലെ പ്രസിദ്ധരാകാം. പക്ഷേ വചനം ജീവിതത്തിൻ്റെ പ്രവർത്തന പദങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സാഹചര്യങ്ങൾ നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. എന്നിട്ടും പിടിച്ചു നിൽക്കാനായാൽ നാം വിശുദ്ധരെ പോലെ ബഹുമാനിതരാകും, രക്ഷ നേടുന്നവരായി മാറും. കർത്താവേ, ഏത് സാഹചര്യത്തിലും വചനം കൈവിടാതെ പിടിച്ചു നിൽക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.